ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിവിടെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നീ ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല, നീ ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഇത്രയ്ക്ക് ക്രൂരനാകേണ്ട കാര്യമില്ല. ഒരേ ടൈപ്പ് സെന്റൻസുകളാ അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന തരം സെന്റൻസുകൾ തന്നെയാണ്. ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നീ ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇങ്ങനെ കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ട കാര്യമില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം നീഡിൻറ്റ് ബി. ഓക്കെ, ഓർത്ത് വെക്കാം കേട്ടോ. നീഡിൻറ്റ് ബി, അങ്ങനെ ആവേണ്ട കാര്യമില്ല കേട്ടോ. നീഡിൻറ്റ് ബി. ഓക്കെ, അപ്പൊ ഈ നീഡിൻറ്റ് ബി വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സെന്റൻസുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ നീ ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല എങ്ങനെ പറയാം? നീ, യു. ഇനി കാര്യമില്ല എന്ന് പറയാനായിട്ട് നീഡിൻറ്റ് ബി. നീഡിൻറ്റ് ബി. യു നീഡിൻറ്റ് ബി. നീ ഇങ്ങനെ ആവേണ്ട കാര്യമില്ല. എങ്ങനെ ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് സന്തോഷിക്കേണ്ട കാര്യമില്ല, ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല. സോ യു നീഡിൻറ്റ് ബി സോ ഹാപ്പി. സോ ഹാപ്പി. നീ ഇത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ബി സോ ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ്, നീ ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല എങ്ങനെ പറയാം? യു നീഡിൻറ്റ് ബി. നീ ഇങ്ങനെ ആവേണ്ട കാര്യമില്ല. എങ്ങനെ ആവേണ്ട കാര്യമില്ല? സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം യു നീഡിൻറ്റ് ബി സോ വറി. സങ്കടപ്പെടുക, ദുഃഖിക്കുക, വിഷമിക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം വറി. ഓക്കെ, സോ യു നീഡിൻറ്റ് ബി സോ വറി. നീ ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നീ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, നീ ഇത്രയ്ക്ക് ക്രൂരനാകേണ്ട കാര്യമില്ല. ഇതെങ്ങനെ പറയാം? യു നീഡിൻറ്റ് ബി നീ ഇത്രയ്ക്ക് ക്രൂരനാകേണ്ട കാര്യമില്ല. സോ ക്രൂവൽ അല്ലേ? യു നീഡിൻറ്റ് ബി സോ ക്രൂവൽ. നീ ഇത്രയ്ക്ക് ക്രൂരനാകേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ബി സോ ക്രൂവൽ എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? നമുക്ക് കുറച്ചും കൂടെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഒരു 2 സെന്റൻസ് കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് അശ്രദ്ധനാകേണ്ട കാര്യമില്ല. ഇതെങ്ങനെ പറയാം? ഇവിടെ സബ്ജക്റ്റ് ഞാൻ എന്നാണ് അല്ലേ? സോ ഐ നീഡിൻറ്റ് ബി ഐ നീഡിൻറ്റ് ബി. ഞാൻ ഇത്രയ്ക്ക് അശ്രദ്ധനാകേണ്ട കാര്യമില്ല. സോ കെയർലെസ്. ഓക്കെ, കെയർലെസ്. ഞാൻ ഇത്രയ്ക്ക് അശ്രദ്ധനാവേണ്ട കാര്യമില്ല. ഐ നീഡിൻറ്റ് ബി സോ കെയർലെസ് എന്ന് പറയാം കേട്ടോ. കെയർലെസ്, അശ്രദ്ധ. ഓക്കെ, അവൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇതെങ്ങനെ പറയാം? അവൻ, ഹി നീഡിൻറ്റ് ബി സോ ആംഗ്രി. ആംഗ്രി, ദേഷ്യപ്പെടുക അല്ലേ? സോ ആംഗ്രി. സോ ഹി നീഡിൻറ്റ് ബി സോ ആംഗ്രി. അവൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചതില്ലേ? അപ്പൊ ഇങ്ങനെ അങ്ങനെ ആവേണ്ട കാര്യമില്ല, ആ ഒരു അവസ്ഥയിൽ നീ ആവേണ്ട കാര്യമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നീഡിൻറ്റ് ബി എന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ നീഡിൻറ്റ് ബി എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ ആവേണ്ട കാര്യമില്ല, നീ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാകേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഒരു ചെറിയ ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.